അപ്പോൾ ഇത് ഈ ബിഗ് ബോസിൽ ഇവർ പോയതിനു ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഈ കാർ ഇങ്ങനെ വരുന്നതും എനിക്ക് ജീവന ഭീഷണി ഉണ്ടാകുന്നത്. കാരണം ഇവരുടെ PR വർക്കേഴ്സാണ്. കാരണം എന്നെ വായടപ്പിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കമൻസിലൂടെ ചീത്ത വിളി, എൻ്റെ അപ്പന് വിളി, എൻ്റെ അമ്മയ്ക്ക് വിളി, പിന്നെ ഇനിയും മരിച്ചുപോയ എൻ്റെ എത്രയോ പിതാക്കന്മാരുണ്ടോ അവരെല്ലാം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കപ്പൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വിടാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അവർ കപ്പുമായിട്ട് ഇങ്ങോട്ട് വരുന്നതെന്നുള്ള വിവരം എനിക്ക് കിട്ടി. അവർ ജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്, PR വർക്കേഴ്സ് പറയുന്നത്. കിട്ടണമെന്ന് ഞാൻ പറയുന്നത്. അവർ പറയുന്നത് ഇൻ്റർവ്യൂസ് കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് രേണു സുധി എന്നുള്ള ഒരാളുടെ പേര് നാക്കിൽ പറയാൻ പാടില്ല. എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് രേണു സുധിയുടെ കാര്യം ചോദിക്കുമ്പം ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യം പറയാൻ പറ്റുമോ? രേണു സുധി എന്ന് പറയുന്ന ഒരാളുടെ നെയ്ബർഹുഡ് ആകാനായിട്ട് ഒരാൾ പോലും എന്നെ ഇതുവരെ സമീപിച്ചിട്ടില്ല. ഇല്ല. സോഷ്യൽ മീഡിയ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന യങ്സ്റ്റേഴ്സ്, ഒരു കപ്പിൾസ് ആയിട്ടുള്ളവർ അറിഞ്ഞിരുന്നുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല. അതെന്താണെന്ന് കാണുന്നവർക്കറിയാം. ബിഷപ്പിനെ അവർ ശരിക്കും വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ബിഷപ്പിന്റെ വായിൽ നിന്ന് നാക്കില്ല വരുന്നത്. ഉടനെ അടുത്തത് അതാ, ഞാൻ ഇനിയും രേണു സുധിയെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചോ, ആ ശരിക്ക് പുള്ളിക്ക് കിട്ടി, എവിടുന്നോ ശരിക്ക് കിട്ടിയിട്ടുണ്ട്, പുള്ളി ഒതുങ്ങി. കുഞ്ഞുങ്ങളെ രേണു സുധിയല്ല നോക്കുന്നത്. എങ്ങനെ ഇവിടെ നിന്ന് താമസിച്ച് നോക്കുന്നത് രേണു സുധിയുടെ പിതാവും മാതാവുമാ ആ ഇളയ കുഞ്ഞിനെ, റിതുൽ എന്ന് പറയുന്ന കുട്ടീനെ, 5.5 വയസ്സുള്ള കുട്ടിയെ നോക്കുന്നത്. മൂത്ത മകൻ ഇവിടെ താമസിച്ചിട്ടില്ല. ഇനി അവരൊരിക്കലും ഇതുപോലുള്ള ഒരു പെട്ടെന്നൊരു അബദ്ധത്തിലേക്ക് പോയി ചാടരുത്. ഞാൻ പറയുന്നത്, ഈ സഹോദരിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു 5 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം. ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം ഫാദർ. നമസ്കാരം. ഇപ്പോൾ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതായത് രേണു സുധി അവരുടെ ഒരു ആഗ്രഹം ബിഗ് ബോസിൽ പറഞ്ഞു എന്ന തരത്തിൽ. അതായത് എനിക്ക് സ്വന്തമായി ഒരു വീട് വെക്കണം, അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് എന്ന തരത്തിൽ അവർ പറഞ്ഞതായിട്ടുള്ളൊരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ അവർക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത ഒരാൾ കൂടിയായിരുന്നു ബിഷപ്പ്. അതിൻ്റെ പേരിൽ ബിഷപ്പിന് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പോഴീ പുതിയ വാർത്ത ഇങ്ങനെ കാണുമ്പം ബിഷപ്പിന് അതെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് നിർമ്മിച്ച് അതിൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞ് കയർത്താമസം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1 വർഷം ഈ ഓഗസ്റ്റ് ആയപ്പോഴാകുന്നേ ഉള്ളൂ, 1 ഇയർ. പിന്നെയും പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു പുതിയ വീട്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് ആഗ്രഹിക്കുന്നതിന് തെറ്റില്ലല്ലോ. എന്തും ആഗ്രഹിക്കാം നമുക്ക്. ഭൂമിയിൽ മനുഷ്യരെന്ന് പറഞ്ഞാൽ തന്നെ ആഗ്രഹങ്ങളുള്ളവരാണല്ലോ മനുഷ്യരെന്ന് പറയുന്നത്. അപ്പം അവരെന്തോ ആഗ്രഹിക്കുകയാണ്, ഇനി അവർക്ക് പുതിയൊരു വീട് വേണമെന്നുള്ളത്. അപ്പം അത് എന്നെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അതൊരു, ഇത്രയും കഷ്ടപ്പെട്ട് എത്രയോ മലയാളി സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും 1 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ അയച്ചു കൊടുത്ത് സഹായിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട്, അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒരു കലാകാരൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തണമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണല്ലോ 24 ചാനലും മാ ഗ്രൂപ്പുകാരും KHDC എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയും സംഘടനയും ഫിറോസിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി ഇതിനോടൊപ്പം സഹകരിച്ചു. പിന്നെ ബലഹീനായ ഞാനും എൻ്റെ കഴിവനുസരിച്ച് ശ്രീകണ്ഠൻ നായർ സാറ് എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ച് ഇതിനോട് ചേർന്ന് എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് സഹകരിച്ച ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ സംഗമമായിരുന്നു നമ്മുടെ ഈ കൊല്ലം സുധിര കുഞ്ഞുങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള ഒരു ദൗത്യം. അത് വളരെ സന്തോഷമായിട്ട് പൂർത്തീകരിച്ചതാണ്. ഇപ്പോൾ ഇങ്ങനെ പ്രിൻസി എന്നോട് ഇത് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായിട്ടാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ. കാരണം ഒരു വീട് പണിത് പൂർത്തീകരിച്ച് 1 ഇയർ ആയുള്ളൂ. അതിൻ്റെ കോലാഹലങ്ങളാണ് ഇന്ന് മലയാളി സമൂഹത്തിൽ. ഇന്നിപ്പം നിങ്ങൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വീണ്ടും എന്നെ കാണുവാനും എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുവാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് ആയിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും പ്രയത്നം എടുത്ത് നിങ്ങൾ എന്നെ കാണാനായിട്ട് വരികയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അവർ മറ്റൊരു വീടെടുത്ത് പോവുകയാണെങ്കിൽ എന്തായാലും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകും. അപ്പോഴും നിലവിൽ ആ വീട് എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോഴും അവര് പോകുന്ന സമയത്ത് ഇപ്പം അവർക്കൊരു വീടാണ് ആവശ്യപ്പെട്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് അവരുടെ പേഴ്സണൽ യൂസിനായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കുഞ്ഞുങ്ങളെ അവർ നോക്കുന്നൊന്നുമില്ലല്ലോ. കുഞ്ഞുങ്ങളെ രേണു സുധിയല്ല നോക്കുന്നത്. എങ്ങനെ ഇവിടെ നിന്ന് താമസിച്ച് നോക്കുന്നത് രേണു സുധിയുടെ പിതാവും മാതാവുമാ ആ ഇളയ കുഞ്ഞിനെ, റിതുൽ എന്ന് പറയുന്ന കുട്ടീനെ, 5.5 വയസ്സുള്ള കുട്ടിയെ നോക്കുന്നത്. മൂത്ത മകൻ ഇവിടെ താമസിച്ചിട്ടില്ല. മൂത്ത മകൻ കൊല്ലത്താണ് താമസിക്കുന്നത്. അത് സുധിയുടെ മാതാവും ജ്യേഷ്ഠ സഹോദരൻ്റെ കുടുംബത്തോടൊപ്പം കൊല്ലത്താണ് താമസിക്കുന്നത്. പിന്നെ രേണു സുധിക്ക് ഒരു ബിഗ് ബോസ് താരമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അല്ലാതെ ഇനി രേണു സുധി എന്നുള്ളതിൽ കൂടുതൽ ബിഗ് ബോസ് താരം രേണു സുധി എന്നല്ലേ അവരെ അറിയപ്പെടുക.
അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റാറ്റസിനും സ്റ്റാൻഡേർഡിനും അനുസരിച്ചുള്ള ഒരു വീട് പണിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ അതിനുവേണ്ടി അവർ പ്രയത്നിക്കും. അവരിപ്പോൾ നല്ലൊരു ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഏറ്റവും നല്ലൊരു ജോലിയല്ലേ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയുക, അവരൊരു ആൽബത്തിലെ സീരിയലുകളിലെ മോഡലിങ്, വെബ് സീരീസ്, ഉദ്ഘാടനങ്ങൾ. അപ്പോൾ അവർക്ക് ഏൺ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. തീർച്ചയായിട്ടും അവർ വിചാരിച്ചാൽ അവർക്ക് ഉടൻ തന്നെ ഇനിയിപ്പോൾ ഉദ്ഘാടനങ്ങളൊക്കെ, ബിഗ് ബോസ് താരത്തിന്റെ ഉദ്ഘാടനങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ കാണുന്നതാണല്ലോ, അവർ വരുന്നിടത്തൊക്കെ വലിയ ജനക്കൂട്ടങ്ങൾ. അപ്പം രേണുസുതി വിചാരിച്ചാൽ ഇനി ഒരു വീട് നിഷ്പ്രയാസം അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കാം അവരിങ്ങനെ ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പം അത് വേഗം തന്നെ നടക്കട്ടെ എന്ന് ഞാനും ചിന്തിക്കുന്നു. നല്ല കാര്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോയതിനു ശേഷം രേണുസുതിക്ക് കുറച്ച് ഫാൻസ് അധികം ഉണ്ട് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പം ഇപ്പൊ ബിഷപ്പ് ചില അഭിമുഖങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ആളുമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഭീഷണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്റർവ്യൂ കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ കോളുകളുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന്. ഇന്റർനാഷണൽ കോളുകളാണ് വിളിക്കുന്നത്, വാട്സാപ്പ് കോളുകളാണ്. അവർ പറയുന്നത് ഇന്റർവ്യൂസ് കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് രേണുസുതി എന്നുള്ള ഒരാളുടെ പേര് നാക്കിൽ പറയാൻ പാടില്ല. എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് രേണുസുതിയുടെ കാര്യം ചോദിക്കുമ്പം ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യം പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ എന്നോട് ആരെ പറ്റിയാ ചോദ്യം? ഞാൻ സ്ഥിരതയുള്ള ആളാണ്. ആ സ്ത്രീ എന്നെ പറ്റി പറഞ്ഞ് എനിക്ക് സ്ഥിരതയില്ലെന്നാ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മാധ്യമ സുഹൃത്ത് ചോദിക്കാണ് രേണുസുതിയുടെ കാര്യം ചോദിച്ചാൽ ഞാൻ രേണുസുതിയുടെ കാര്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ വേറൊരു കാര്യം ചോദിച്ചാൽ ഞാൻ ആ കാര്യത്തെ പറ്റി സംസാരിക്കും. എനിക്ക് സ്ഥിരതയുണ്ട്. അതുകൊണ്ട് അവരുടെ ആർമി PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാർ, എല്ലാവരും ഇല്ല കേട്ടോ. കാരണം രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവരവരുടെ കാര്യം നോക്കുന്ന മലയാളികൾ വൈകിട്ട് വന്നിട്ട് ഈ മൊബൈൽ ഒന്ന് എടുത്തിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ PR വർക്കേഴ്സിൻ്റെ മുഖമില്ലാത്ത ഫേക്ക് ഐഡിയിൽ കൂടെ വന്ന് എന്നെപ്പോലെയുള്ളവരെയും മറ്റുള്ളവരെയും ചീത്ത വിളിക്കുന്ന PR വർക്കേഴ്സ്. എങ്ങോട്ടാണ് ഈ പോക്കെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു അഭിമുഖത്തിൽ ബിഷപ്പ് പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ വരെ ആളുകൾ വന്ന് ഭീഷണിപ്പെടുന്നു. ഇന്നലെ വൈകിട്ട് ഒരു കാർ ഇവിടെ വന്നു. ഇന്നലെ വൈകിട്ട് ഒരു 6:30ക്കും 7 മണിക്കും ഇടയ്ക്ക് എൻ്റെ CCTV ഉണ്ടത്. ഞാൻ പോലീസിന് CCTVയുടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് പോലീസ് ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു കാർ വന്ന് ഈ വാതുക്കയിൽ സ്ലോ ചെയ്തു. നമ്മൾ കൈ കാണിച്ചിട്ട് അവർ നിർത്തത്തില്ല, വിൻഡോ ഡൗൺ ചെയ്യത്തില്ല, അവരങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ബിഗ് ബോസിൽ ഇവർ പോയതിനു ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഈ കാർ ഇങ്ങനെ വരുന്നതും എനിക്ക് ജീവന് ഭീഷണി ഉണ്ടാകുന്നത്. കാരണം ഇവരുടെ PR വർക്കേഴ്സാണ്. കാരണം എന്നെ വായടപ്പിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ വായടക്കുകയില്ല. സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. എന്തുകൊണ്ടായിരിക്കും ബിഷപ്പിനെ അവരിങ്ങനെ ഭയക്കുന്നത്? അവർക്ക് എന്നെ അല്ല ഭയം, ഞാൻ സത്യം വിളിച്ചു പറയുമല്ലോ. പല ബിഷപ്സും അച്ഛന്മാരും ഇതുള്ള കാര്യങ്ങളല്ല, അവർക്ക് വേറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലെ ഞാൻ ഇതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും അപമാനം സഹിച്ച് ഇതിനു വേണ്ടി ഇറങ്ങി വന്ന ഒരാളല്ലേ. മറ്റച്ഛന്മാരൊന്നും, സാധാരണ അച്ഛന്മാരും തിരുമേനിമാരും പറയും ഇങ്ങോട്ട് കിട്ടണമെന്നാണ്. ഇത് നിങ്ങൾ ന്യൂസിൽ കൊടുക്കുന്നതിനോട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. സാധാരണ അച്ഛന്മാരും തിരുമേനിമാരും പാസ്റ്റേഴ്സ് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഞങ്ങളുടെ ഈ കുപ്പായത്തിന് വലിയ 2 ലോഹയ്ക്ക് 2 പോക്കറ്റാണുള്ളത്. ഇതുപോലുള്ള 2 വലിയ പോക്കറ്റാണ്. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ സർവീസ് കഴിഞ്ഞ് പോകുമ്പോൾ അവർക്കൊരു കവറുള്ളതാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടുള്ള അച്ഛന്മാർ പൊതുവെ അങ്ങോട്ട് അധികം കൊടുക്കുന്നതിനോട് വലിയ താല്പര്യം കാണുന്നതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല. ഞാനൊരു വൈദികനായിട്ടാണ് ബിഷപ്പായത്, ഞാനൊരു മിഷണറിയായി ജീവിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങോട്ട് ലഭിക്കണമെന്നാണ് അച്ഛന്മാർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ച് വൈദികരും കുറച്ച് ആൾക്കാരും എന്ത് ചെയ്യും, അവർക്ക് ലഭിച്ചതിൽ നിന്ന് മറ്റുള്ളവരെ കൂടെ സഹായിക്കാൻ മനോഭാവം കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് അച്ഛന്മാരായിക്കൊള്ളട്ടെ, ബിഷപ്സ് ആയിക്കൊള്ളട്ടെ, പാസ്റ്റേഴ്സ് ആയിക്കൊള്ളട്ടെ, അങ്ങനെ പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഒരു കൈത്താങ്ങൽ കൊടുത്തു. അന്ന് മുതൽ എനിക്ക് കമൻസിലൂടെ ചീത്ത വിളി, എൻ്റെ അപ്പന് വിളി, എൻ്റെ അമ്മയ്ക്ക് വിളി, പിന്നെ ഇനിയും മരിച്ചുപോയ എൻ്റെ എത്രയോ പിതാക്കന്മാരുണ്ടോ അവരെല്ലാം വിളിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ്, ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ്. അവരുടെ അതും മുഖമില്ലാത്ത ഫേക്ക് IDസിൽ നിന്നും പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇപ്പൊ ഈ കപ്പൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വിടാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അവർ കപ്പുമായിട്ട് ഇങ്ങോട്ട് വരുന്നതെന്നുള്ള വിവരം എനിക്ക് കിട്ടി. അവർ ജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്, PR വർക്കേഴ്സ് പറയുന്നത്. കിട്ടണമെന്ന് ഞാൻ പറയുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ ഈ രേണുസുതിക്ക് ഒരു വീടാവുമല്ലോ, ഇല്ലേ? അത് കിട്ടിക്കഴിയുമ്പോൾ 50 ലക്ഷം രൂപ കിട്ടുമ്പോൾ രേണുസുതിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വീട് എവിടെ ആകും. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയും ദൈവം കേട്ടതിന് തുല്യമാണ്. അങ്ങനെ രേണുസുതി അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് വെച്ച് പ്രമുഖരായിട്ടുള്ളവർ താമസിക്കുന്നിടത്തേക്ക് അവർ പോയി താമസിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും
എനിക്കത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിലവിലിപ്പം ബിഷപ്പ് സ്ഥലം കൊടുത്തതും ഒക്കെ വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്, ഇപ്പോഴും വാർത്തകളിലുണ്ട്. ആക്കണെങ്കിൽ ഇപ്പൊ രേണു സുധിയുടെ അയൽക്കാരാകാൻ ആളുകൾ തയ്യാറായി വന്നിട്ടുണ്ടോ? ഇതുവരെ എന്നെ തേടി കൊല്ലം സുധിയുടെ മക്കൾക്ക് ഈ വസ്തു കൊടുത്തതിന് ശേഷമായിട്ട് രേണു സുധി എന്ന് പറയുന്ന ഒരാളെ ഇപ്പം അറിയപ്പെട്ടതിന് ശേഷമായി, അത് രേണു സുധി എന്ന് പറയുന്ന ഒരാളുടെ നെയ്ബർഹുഡ് ആകാനായിട്ട് ഒരാൾ പോലും എന്നെ ഇതുവരെ സമീപിച്ചിട്ടില്ല. ഇല്ല. സോഷ്യൽ മീഡിയ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന യങ്സ്റ്റേഴ്സ്, ഒരു കപ്പിൾസ് ആയിട്ടുള്ളവർ അറിഞ്ഞിരുന്നുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല. അതെന്താണെന്ന് കാണുന്നവർക്കറിയാം. ഇങ്ങനെ സ്ഥലം കണ്ടിട്ട് ആരെങ്കിലും രേണു സുധി അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയതുണ്ടോ? മാറിപ്പോയിട്ടില്ല, ആരും വന്നിട്ടില്ലല്ലോ. രേണുസുധി ഇവിടെ വരുന്നതിന് മുമ്പാണല്ലോ എൻ്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഒരു സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നത്. അതായത് 2021 ഇവരിവിടെ വന്നതിന് ശേഷം, ഇവർക്ക് വീട് വെച്ചതിന് ശേഷം, ഇവര് ഇവിടെ ആയതിനു ശേഷം ഒന്നും സെയിൽ നടക്കുന്നുമില്ല. കാരണം അതൊരു അടഞ്ഞ അധ്യായം പോലായി. അത് ബാക്കി കേട്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും. ഇപ്പോൾ രേണുസുധി ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം അവിടെ ആളുകൾ പ്രതീക്ഷിച്ചത്, പുറത്ത് രേണുസുധി ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരാളാണ്, അപ്പോൾ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നതൊക്കെ ആളുകൾ ഭയങ്കര ആകാംക്ഷയോടെയൊക്കെ നോക്കിയവരുണ്ട്. പക്ഷേ രേണുസുധീനെ നമ്മളവിടെ കാണുന്നത് അവർ എപ്പോഴും കൊല്ലം സുധിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ പുറത്താണെങ്കിലും ഉള്ളിലാണെങ്കിലും അങ്ങനെ ഒരു സിമ്പതി കാർഡ് ഇറക്കുന്നതായിട്ട്. നല്ലൊരു ചോദ്യമാ പ്രിൻസി ചോദിച്ചത്. രേണു സുധി എന്ന് പറയുന്ന ഒരു ലേഡിയെ കേരള സമൂഹം അറിഞ്ഞത് തന്നെ ഈ സുധി എന്ന് പറയുന്ന ഒരാളുടെ ആകസ്മികമായ മരണത്തോടു കൂടിയാണ്. അതിനു മുൻപ് രേണു സുധിയെ അറിഞ്ഞിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊങ്ങന്താനം നിവാസികൾക്കാണ്. കോട്ടയം ജില്ലയിലെ ഞാലിയാകുഴി വാകത്താനത്തിന് സമീപം പൊങ്ങന്താനം നിവാസികൾക്ക് സുപരിചിതയാണ്. ഇത് ഗ്രാമപ്രദേശമാണ്. പല യൂട്യൂബേഴ്സ് ഇപ്പോൾ അവിടെ പോയി ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അവരുടെ അയൽവാസികളിലൊക്കെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത് പലരും. അതൊക്കെ നമുക്കിനി കാണാം അടുത്ത ദിവസങ്ങളിൽ. കാരണം അവർ പോയിരിക്കുന്നത്, ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്ന ഒരു വിഭാഗം സിംഗിൾ മദറിന് വേണ്ടി, ഒരു വിഭാഗം വിഡോസിന് വേണ്ടി, ഒരു വിഭാഗം തള്ളപ്പെട്ടവർക്ക് വേണ്ടി, അവഗണിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ പോയെന്നാണ് പറഞ്ഞത്. പക്ഷെ പൊങ്ങന്താനം വരെ ചെന്ന് തിരക്കിയപ്പോൾ അവിടുന്ന് കിട്ടിയ യൂട്യൂബേഴ്സ്, ചാനലുകാരിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് നല്ല മറുപടികൾ അവർ പറഞ്ഞിട്ടുണ്ട് ആർക്ക് വേണ്ടിയാണ് പോയേക്കുന്നതെന്നുള്ളത്. അത്രേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റിയും പറയാനായിട്ട്. ഒരിക്കൽ പോലും അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സുധി കാർഡ് അല്ലാതെ വേറൊരു കാർഡ് ഇറക്കാൻ അവരുടെ കയ്യിലില്ല. ഒന്ന്, അവരൊരു നൃത്യങ്ങൾ പഠിച്ചിട്ട് പോയ ഒരാളല്ല. മറ്റിതരമായ കലാവാസനയോടുകൂടി കടന്നു പോയ ഒരാളല്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് ഇവർ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ബഹുമാന്യരായ യൂട്യൂബേഴ്സ്, തങ്കച്ചൻ പറഞ്ഞു യൂട്യൂബർമാർ അവരെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ വളരെ ബഹുമാനപൂർവ്വം പറയുക, കേരളത്തിലെ യൂട്യൂബേഴ്സാണ് ഈ സ്ത്രീകളുടെ കൂടെ നടന്ന്, അതായത് ഈ രേണു സുധിയുടെ കൂടെ നടന്ന് അവരുടെ ഓരോ ചലനങ്ങളും കേരളത്തിലെ മലയാളികളെ കാണിച്ചു കൊടുത്ത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വലിയൊരു ചാനലിലേക്ക്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഏഷ്യയിലെ ഒരു വലിയ ഒരു പ്രോഗ്രാമിലേക്ക് ഇവരെ കൊണ്ടുപോയെങ്കിൽ കേരളത്തിലെ ആദരണീയരായിട്ടും കഷ്ടപ്പെടുന്നതുമായിട്ടുള്ള യൂട്യൂബേഴ്സ് അവരെന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഇവർ കൂടെ നടന്ന് ഇവരുടെ ഓരോ എന്താണെന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അവരുടെ കലയെങ്കിൽ കല, അറിവെങ്കിൽ അറിവ്, പൊതുസമൂഹത്തിന് അറിയാനുള്ള കുറെ കാര്യങ്ങളായിരിക്കുമല്ലോ ഇവരിൽ നിന്ന് കിട്ടേണ്ടത്. അത് യൂട്യൂബേഴ്സ് അവരെ പുറത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ബിഗ് ബോസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി അവിടെ ഗെയിം ചെയ്ത് വിൻ ചെയ്തുകൊണ്ട് വരേണ്ടത് ആരുടെ കടമയാണ്? അത് രേണു സുധിയുടെ കാര്യമാണ്. അപ്പോൾ രേണു സുധി എന്ന് പറയുന്ന ഒരാളെ അറിയപ്പെട്ടത് ഈ സുധിയുടെ മരണത്തോടു കൂടി, ആ മരണത്തിന് ശേഷം മലയാളികൾ അവരെ അറിഞ്ഞു. പിന്നെ ബിഗ് ബോസിൽ ചെന്നപ്പോൾ എന്താ അവിടെ ചെയ്യുന്നതെന്നുള്ളത് കണ്ടോണ്ട് ഓരോ റീൽസ് ഒക്കെ എനിക്ക് ഓരോരുത്തർ തരുന്നത് ഞാൻ കാണാറുണ്ട്. അവിടെ ഒരു ഡോളോ എന്തോ ഒരു പാവ എന്തോ വെച്ചിരുന്നു, ഒരു തത്തമ്മയെ വെച്ചിരുന്നു. അപ്പൊ അതിനെ നോക്കിയിട്ട് രാവിലെ പുള്ളിക്കാരത്തി ഒരു കണ്ണാടിയുടെ മുമ്പിൽ കരയുന്ന രംഗമാണ്. കരയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നു, ഇതിനെ കണ്ടിട്ട് അതിനെ എടുത്തു വെച്ചോണ്ട് കരയുക. അതിനെ എടുത്തു വെച്ചപ്പോൾ അതിന് കണ്ണില്ല. അപ്പൊ കേരളത്തിലെ മലയാളികൾ, ലോക രാജ്യങ്ങളുള്ള മലയാളികൾ കണ്ടു, കണ്ണില്ലാത്ത ഇതിനെ നോക്കി ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവരുടെ പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കുന്നതിനാണല്ലോ ഇനിയിപ്പം ഈ 50 ലക്ഷത്തിന്റെ സമ്മാനം കൊടുത്തു വിടണ്ടേ. പിന്നെ അതിനകത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പലരും നമ്മുടെ ബഹുമാനപ്പെട്ട ലാൽ സാർ ഇവരോട് ചോദിച്ചു, രേണുസുധി വീട്ടിൽ പോണോ, എന്താ ഒരു വിഷമം, കരച്ചിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തോട്, ആദരണീയനായ ബഹുമാന്യനായ മോഹൻലാൽ സാറിനോട് ഈ സഹോദരി പറയുകയാണ്, രേണു സഹോദരി പറയുകയാണ്, ലാലേട്ടാ ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്നിട്ടില്ല, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രൊഫഷനെ പറ്റി പറയാൻ പറഞ്ഞു.
അവിടെയാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. എന്താണെന്നറിയാമോ? കാരണം ഈ രേണുസുതി പറയുന്നതിന് +2 and 10th ആണ് ഇവരുടെ ബേസിക് എഡ്യൂക്കേഷൻ. ഇവര് ഫ്ലവേഴ്സ് ചാനലിന്റെ ഫ്ലോറിൽ ചെന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഫ്ലവേഴ്സ് ചാനലിന്റെ ഫ്ലോറിൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തു, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ടിവാൻഡത്ത് വർക്ക് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഈ 3 ഇവർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. നേഴ്സിങ്ങിന് നമ്മുടെ ബാംഗ്ലൂരിൽ പഠിച്ചെന്ന് പറഞ്ഞു. ഹോസ്റ്റലിൽ നിൽക്കാത്തതിന്റെ ബുദ്ധിമുട്ടാണ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടായത്. പക്ഷെ അവരുടെ പ്രൊഫൈൽ അവരുടെ പ്രൊഫഷനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹോസ്റ്റലിൽ നിന്നപ്പോൾ വാർഡൻ മാഡത്തിനോടൊപ്പം പുറത്തു പോകണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് 100 ദിവസം രേണുസുതി അതിനകത്ത് നിൽക്കണേന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ അവര് ഈ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം സാധാരണ കുറച്ച് യൂട്യൂബർമാർ വഴിയല്ലേ കുറച്ച് പേരല്ലേ മൊബൈൽ കണ്ടുള്ളൂ. ഇതിപ്പം വീട്ടിലുള്ള അമ്മമാര്, പ്രായമുള്ള അച്ചായന്മാര്, ചേട്ടന്മാര് വൈകിട്ട് 9:30 തൊട്ട് 10:30 വരെ ഇരിക്കുമ്പോൾ രേണുസുതി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേരള സമൂഹം കാണാനും കേൾക്കാനും കാതോർക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം 100 ദിവസം തന്നെ അവരവിടെ നിൽക്കണം, വിൻ ചെയ്ത് വരികയും വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ സാറിനോട് പറയുകയാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ലെന്ന്. അതേ ബിഗ് ബോസ് ഹൗസിൽ പറയുന്നു ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടെന്നും വാർഡമാടം ഇങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ 1.5 വർഷമായത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു. ഞാൻ DCA പഠിച്ചെന്നാണ് പറഞ്ഞത്. DCA പഠിച്ചു, അത് കഴിഞ്ഞ് ഏവിയേഷനും പോയി. പക്ഷേ സുധി എന്ന് പറഞ്ഞ കലാകാരൻ മരിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞാണ് ബാംഗ്ലൂരിലുള്ള നഴ്സിംഗ് കോളേജിൽ നിന്നും ഇവരുടെ SSLCയുടെ സർട്ടിഫിക്കറ്റും +2ന്റെ സർട്ടിഫിക്കറ്റും ഇവർ പോയി കളക്ട് ചെയ്യുന്നത്. ഇനി മലയാളി സമൂഹം എങ്ങനെയാണ് ഈ ഈ കോഴ്സുകളെല്ലാം ചെയ്തേക്കുന്നത്? എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കുമല്ലോ. അപ്പം സുധിയുടെ മരണശേഷമാണ് ഈ ബാംഗ്ലൂരിൽ പോയിട്ട് താജുദ്ദീൻ ഇടപെട്ട്, പത്തനംതിട്ട ഇടപെട്ടിട്ടൊക്കെയാണ് ബാംഗ്ലൂർ ഇവർ പഠിച്ച നഴ്സിംഗ് കോളേജിൽ നിന്ന് ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് തിരിച്ചു വാങ്ങിക്കൊടുത്ത്. അപ്പോഴും മനസ്സിലാക്കി നോക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് രേണുസുതിയുടെ ഒരു വീഡിയോ വരുന്നത് സഹോദരിയുടെ വാടക വീട്ടിലിരുന്നു കൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും അപ്പോഴും സ്വന്തം വീടുണ്ടാകുമ്പോഴും അവിടുന്ന് ഒരു വീഡിയോ വരാഞ്ഞിരുന്നത്? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സിമ്പതി മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സലിവുള്ളവരാ നമ്മൾ മലയാളികൾ. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ ഈ ഇരയായ ഞാൻ. കാരണം ഒരു 2 കുഞ്ഞുങ്ങളുടെ പിതാവ് നഷ്ടപ്പെട്ട, അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു 2 കുഞ്ഞുങ്ങളുടെ വേദന 24 ചാനലും അതുപോലെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുഴിയൊക്കെ എന്നോട് വന്ന്, മാധ്യമ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞപ്പോൾ മനസ്സലിവ് കാണിക്കുകയുണ്ടായി. അപ്പോൾ ആ മനസ്സലിവ് പോലെ കേരളത്തിലെ വിവിധ മലയാളികൾ എന്ത് ചെയ്തു? ലോക രാജ്യങ്ങളിൽ നിന്നും ഇവരുടെ പ്രയാസം കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? സാമ്പത്തികം അയച്ചു കൊടുത്തു, ടിൻ ഫുഡുകൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി, ഡ്രസ്സുകൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി. ഇവർക്ക് എന്താവശ്യപ്പെടുന്നു അതെല്ലാം കൊറിയറിൽ അയക്കുക ഇന്ത്യയിലേക്ക്, ലോകരാജ്യങ്ങളിൽ നിന്ന്. അപ്പം മലയാളികൾ അവരെ ചേർത്ത് നിർത്തുക ചെയ്തത്. അപ്പം ഈ വീട്ടിൽ നിന്നും മാറി വേറൊരു വീടിന്റെ വരാന്തയിൽ പോയിരുന്ന് അവര് ഇൻട്രോ ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ പറയുകയാണ്. ഇൻട്രൊഡക്ഷൻസ് ആയിട്ടാണല്ലോ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് പറയാൻ കാര്യം കാണുന്നവർക്കൊരു സിമ്പതി തോന്നണം. അയ്യോ പാവം, മലയാളികൾ ചിന്തിക്കട്ടെ. അതേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. മലയാളികൾ നല്ല വിവേകമുള്ള, പരിജ്ഞാനമുള്ള നമ്മുടെ മലയാളികൾ ഇനി അവരൊരിക്കലും ഇതുപോലുള്ള ഒരു പെട്ടെന്നൊരു അബദ്ധത്തിലേക്ക് പോയി ചാടരുത്. ഞാൻ പറയുന്നത്, ഈ സഹോദരിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു 5 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം. എൻ്റെ ഒരു എളിയ അഭിപ്രായം, ഒരു 5 പ്രാവശ്യം ആലോചിച്ചിട്ട് ഇവരെ സഹായിക്കുക. കാരണം ഇവരെ കാട്ടിലും കഷ്ടപ്പെടുന്ന സമൂഹം നമ്മുടെ മലയാളികളിൽ പലയിടത്തും ഉണ്ട്. ഒരു ചോർച്ചയുള്ള വീട്ടിൽ നിന്നും ഒന്ന് നമ്മുടെ എന്താ പറയാ, ഒരു ഷീറ്റ് മേടിച്ച് ഇടാൻ നിവൃത്തിയില്ലാത്തവര്, ഒരു മെഡിസിൻ വാങ്ങാൻ നിവൃത്തിയില്ലാത്തവര്, ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവര്, ഇങ്ങനെയുള്ള ധാരാളം മലയാളികൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളില്ലേ. തീർച്ചയായിട്ടും ഈ ഓണം വരികയാണ്. നിങ്ങളുടെ സമീപത്തുള്ള ഏറ്റവും പാമ്പിടിച്ചവരെ നിങ്ങൾ നേരിട്ട് സഹായിക്കണം. അതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് എന്നെ കേൾക്കുന്ന ഇതിന്റെ പ്രേക്ഷകരുണ്ടല്ലോ, നിങ്ങളുടെ പ്രേക്ഷകർ, അവരോട് എനിക്ക് റിക്വസ്റ്റ് ആയിട്ട് അവർ, ഈ ഒരു ഓണത്തിന്റെ ഉത്സവം നമ്മുടെ കേരളത്തിന്റെ ഉത്സവമാണ്. അത് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിന് സമീപത്തുള്ള ഏറ്റവും വേദനിക്കുന്നവർ, അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ ആ ഓണസദ്യയൊക്കെ കൊടുത്ത് ഓണത്തിന്റെ അവരുടെ ഓണക്കോടികളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരോടൊപ്പം നിങ്ങൾ ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എളിയ
ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇതിപ്പം ബിഷപ്പ് ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുത്തതിന് ശേഷം രേണുസുതിയുടെ പിതാവ് എന്തെങ്കിലും പറയുകയുണ്ടായിട്ടുണ്ടോ? ഇല്ല, രേണു വരാൻ വേണ്ടി കാത്തിരിക്കും അവര്. ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ ഒരു താര റാണിയായിട്ടോ ബിഗ് ബോസ് താരമായിട്ടോ വരുമ്പം എനിക്ക് തീർച്ചയായിട്ടും അറിയാം നിരവധി ചാനലിന് ഇന്റർവ്യൂസ് വരും. അപ്പം ആ സമയത്ത് തങ്കച്ചൻ ഒരു അവസരമില്ലേ? തങ്കച്ചൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാ. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാ. ആ കൂട്ടത്തിൽ എനിക്കുള്ളത് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണേലും ഇപ്പൊ ഓണമൊക്കെ അല്ലേ വരുന്നത്, എനിക്ക് തരാനുള്ള ഉപ്പേരിയും എനിക്ക് തരാനുള്ള കളിയോടക്കായും എനിക്ക് തരാനുള്ള ശർക്കര പുരട്ടിയും ഒക്കെ തങ്കച്ചൻ കലവറക്കകത്ത് ഒരുക്കുന്നുണ്ടെന്നുള്ളത് വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ നിന്നും ലോക രാജ്യങ്ങളിൽ നിന്നും ഒക്കെ രമ്യ തങ്കച്ചൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നതെന്നും പറഞ്ഞ് അമേരിക്കയിൽ തന്നെ വിളിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും ഇനിയും ബിഷപ്പ് ഇന്റർവ്യൂ കൊടുക്കരുത്, രേണുസുധിയുടെ പേര് പറയരുത്. നിങ്ങൾ രേണുസുധിയുടെ പേര് എന്നോട് ചോദിച്ചാൽ ഞാൻ പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നോട് ആരുടെ കാര്യം ചോദിക്കുന്നു അവരെ പറ്റി ഞാൻ ത്രൂ ഔട്ട് സംസാരിക്കും. അതാണല്ലോ എൻ്റെ ഒരു സാഹചര്യം. ഇതിപ്പോ ബിഷപ്പിന് ആളുകള്, അതായത് പലരും രേണുസുധിയുടെ പല ക്ലിപ്പുകളും, അതായത് ബിഗ് ബോസിലെ പല ക്ലിപ്പുകൾ അയച്ചു തരുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി താങ്കൾ പല പോസ്റ്റുകളും കാണുന്നുണ്ടാവും. അപ്പൊ പൊതുവില് അതൊക്കെ കാണുമ്പം എന്താണ് തോന്നിയിട്ടുള്ളത്? രേണുസുധി എന്നൊരു മത്സരാർത്ഥിയെ കുറിച്ച് എന്താണ് ഫാദറിന് തോന്നിയിട്ടുള്ളത്? ബിഗ് ബോസിനകത്ത് കഴിവുള്ള നല്ല മത്സരാർത്ഥികൾ വേറെ ഉണ്ട്. രേണുസുധിക്ക് കഴിവില്ലെന്നല്ല, രേണുസുധിക്ക് നല്ല കഴിവുണ്ട്. എന്തിനാണെന്ന് മാത്രം മലയാളികൾക്ക് അറിയാം. ഞാൻ പറയത്തില്ല അവർക്ക് കഴിവില്ലെന്നുള്ളത്. അവരുടെ അത്രയും കാര്യങ്ങൾ വളച്ചൊടിച്ചു കൊണ്ടുപോയി ഒരു മൈൻഡ് ഗെയിം ആണെന്നല്ലേ പറയുന്നത്. രേണുസുധിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നിന്ന് പഴക്കാനുള്ള നല്ല കഴിവുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് അവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. പിന്നെ ഈ ടാസ്ക് ഒക്കെ കൊടുക്കുമ്പം എത്രമാത്രം ആകുമെന്നുള്ളത് അവരുടെ ആരോഗ്യം അനുസരിച്ചൊക്കെ ആയിരിക്കും. അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരത്തിയെ കൊണ്ട് പറ്റുന്നതൊക്കെയാണ് പിടിച്ച് നിൽക്കും പുള്ളിക്കാരത്തി. ഞാൻ കരുതുന്ന 100 ദിവസം അതിൻ്റെ അകത്ത് നിൽക്കുമെന്ന് തന്നെയാണ് ഒരു കണക്കങ്ങനെ. അതുപോലെ അതിലൊരു മത്സരാർത്ഥി അക്ബർ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി രേണുസുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് ചെല്ലപ്പേര് വിളിക്കുന്നത്. അവിടെ നിക് നെയിം നൽകാൻ പറയുമ്പം രേണുസുധിയെ വിളിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് എന്നാണ്. അതിനുശേഷം മോഹൻലാൽ പറയുന്നു മാപ്പ് കൊടുക്കണമെന്ന് പറയുന്നു. എന്നിട്ട് രേണുസുധി എന്ത് ചെയ്തിട്ട് മാപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം മോഹൻലാൽ വരുന്ന എപ്പിസോഡ് വരെ അത് എത്തിച്ചതിന് ശേഷമാണ് മാപ്പ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയുന്നു, ആ അക്ബർ എന്ന് പറയുന്ന കുട്ടി ആ സമയത്തെ ദേഷ്യത്തിൽ, കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിൽ, അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. എനിക്ക് മൂക്കിൻ്റെ തുമ്പത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അക്ബറിന് ഒരു ആൺകുട്ടിയാണ്, അവനെന്തോ പെട്ടെന്ന് ചിന്തിച്ച് അവനും വീട് വിട്ടൊക്കെ ചെന്ന് ഈ മുഴുവൻ പേരും വീട് വിട്ടൊക്കെ ചെന്ന് ഫോണില്ല കയ്യിൽ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താണ് പറയുക, ഒരു പ്രയാസങ്ങൾ അതിനകത്തുണ്ട്. ആ സമയത്ത് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് രേണുസുധി ആ പേര് വിളിച്ചു. ഒരിക്കലും വിളിക്കാൻ പാടില്ല, കാരണം രേണുസുധി എന്നല്ല ആരെയും നമ്മൾ അങ്ങനെയുള്ള പേര് വിളിക്കാൻ പാടില്ല. ഇപ്പം എന്നെ കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒക്കെ സെമിനാരിൽ പഠിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, പേരിട്ട് വിളിക്കാറുണ്ട്. ആ പേരൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോകുന്ന പേര്. അപ്പം നമ്മൾ അങ്ങനെ ഈ ഒരു പേര് ഇപ്പം മോള് പറഞ്ഞ ആ പേര് ആരെയും വിളിക്കരുത്. ആ പയ്യൻ അന്നേരത്തെ അവന്റെ ആ ഒരു മാനസിക കൊണ്ട് വിളിച്ചു പോയി. ആ കൊച്ചൻ അതോർത്ത് ഒരുപാട് പശ്ചാത്തപിക്കുകയും ചെയ്തു. ഒരുപാട് സമയം ആ കുട്ടി മാപ്പ് പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ കുട്ടിയെ കുറ്റം പറയത്തില്ല. പിന്നെ ഈ ഒരു പേര് ആരെയും വിളിക്കരുത്. ആൺപിള്ളാരെയും വിളിക്കാൻ പാടില്ല, പെൺകുട്ടികളെയും വിളിക്കാൻ പാടില്ല, മൃഗങ്ങളെ പോലും വിളിക്കരുത്. കാരണം അങ്ങനത്തെ പേര് വിളിക്കാൻ പാടില്ല. അല്ലാതെ നമുക്ക് എന്താ വേണം വിളിക്കാമല്ലോ, എന്തെങ്കിലും ചിരിക്കാനായിട്ടുള്ള പേരുകൾ വിളിക്കാം. ഇപ്പൊ ഞങ്ങളുടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരിട്ട് വിടും. അത് ഒരു തമാശ രീതിയിൽ വിളിക്കാം. ഇത് അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചും പോയി. പിന്നീട് അത് ലാൽ സാർ വന്നപ്പോൾ അവരതിന് ക്ഷമ കൊടുത്തായിട്ടാണ് പിന്നീട് അറിഞ്ഞത്. പക്ഷേ ആ കുറച്ച് ദിവസം ആ പയ്യനും ഇവർ രണ്ടുപേരും അതിൻ്റെ അകത്ത് അതൊരു വലിയ ഒരു എന്താണ് പറയുക കണ്ടന്റായിട്ട് രേണു അതെടുത്തു. ആ പയ്യൻ അത് മാനസികമായിട്ട് വലിയൊരു മുറിവിലേക്ക് പോയി. അവൻ ഒത്തിരി ദുഃഖത്തിലായി. അവൻ പറഞ്ഞു പോയി എന്നുള്ളൊരു സങ്കടവും അവൻ്റെ വായിന്ന് വന്നു പോയെന്ന് പല സമയത്തും അവൻ കരഞ്ഞ ക്ഷമ പറയുന്നൊരു അനുഭവം ഞാൻ കണ്ടായിരുന്നു. അപ്പം അത് മലയാളിക്ക് അതൊരു പാഠമാകട്ടെ. ഇനിയാണേലും നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുവാണേലും പറയാം. പക്ഷെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കുഞ്ഞുങ്ങളോടായിട്ട് പറയുക, നമ്മൾ പേരൊക്കെ വിളിക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കുക. ഞാൻ രേണുസുധിയെ എന്നല്ല ആരെയും അങ്ങനെയുള്ള പേര് വിളിക്കുന്നതിനോട് സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു മനുഷ്യൻ എന്ന രീതിയിലും ഒരു മിഷണറി ബിഷപ്പ് എന്ന രീതിയിലും ആരെയും നമ്മൾ അങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന പേരുകൾ പറയരുത് എന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം ഇത്രയും വിഷമിപ്പിച്ച സ്ഥിതിക്ക് ഇപ്പം രേണു അക്ബറിന് മാപ്പ് കൊടുത്തു, അതുപോലെ ബിഷപ്പ് രേണുവിന് മാപ്പ് കൊടുക്കും. എനിക്ക് രേണുസുധിയുടെ ഒരു വൈരാഗ്യമില്ല, ഒരു ദേഷ്യമല്ല അവരോടുള്ളത്.
മനസ്സിലാവുന്നെന്ന് വിചാരിക്കും. കാരണം ഞാൻ എന്നും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എനിക്ക് അവരോട് ദേഷ്യമല്ല ഉള്ളത്, പക്ഷേങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയോട് ദുഃഖമുണ്ട്. എനിക്ക് അവരോട് ഒരു ദേഷ്യമില്ല, കാരണം ഞാൻ അവരുടെ 2 കുഞ്ഞുങ്ങൾക്കല്ലേ സഹായം ചെയ്തിട്ടുള്ളൂ. അവരോടൊരു വൈരാഗ്യമല്ല ഉള്ളത്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ചാനലുകളാണ് എൻ്റെ മുമ്പിൽ വരുന്നത്. നിങ്ങളിത് ചോദിക്കുമ്പോൾ ഞാനൊരു പൊട്ടനെ പോലെ ഇരുന്നാൽ കേട്ടോണ്ടിരിക്കുന്ന സമൂഹത്തിലെ ആൾക്കാർ പറയും, ബിഷപ്പിനെ അവർ ശരിക്കും വരുത്തിയിട്ടുണ്ട്, ഇപ്പൊ ബിഷപ്പിന്റെ വായിൽ നിന്ന് നാക്കില്ല വരുന്നത്. ഉടനെ അടുത്തത് അതാ, ഞാൻ ഇനിയും രേണുസുതിയെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചോ, ആ ശരിക്ക് പുള്ളിക്ക് കിട്ടി, എവിടുന്നോ ശരിക്ക് കിട്ടിയിട്ടുണ്ട്, പുള്ളി ഒതുങ്ങി. എന്നെ ഒതുക്കാൻ ആരും നോക്കണ്ട, ദൈവം എന്നെ ഒതുക്കേണ്ടത്. എനിക്ക് രേണുസുതിയോട് വൈരാഗ്യമില്ല, രേണുസുതിയോടോ കുടുംബത്തോടോ ദേഷ്യമില്ല. മറിച്ച് അവരെന്നെ പറ്റി പറഞ്ഞു, ഈ തിരുവസ്ത്രത്തെ പറ്റി പറഞ്ഞ കുപ്പായത്തെ ഓർത്താ ക്ഷമിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെ എന്നെ 4 തെറി വിളിച്ചേനെ. അതിന് മലയാളത്തിലുള്ള അർത്ഥം അത്രേ ഉള്ളൂ. ഇവര് ബിഗ് ബോസ് നാളെയാ പോകുന്നെങ്കിൽ ഇന്ന് അവരൊരു വീഡിയോ ഇട്ടു അവരുടെ ചാനലിൽ. അതിനകത്ത് അവർ പറയുകയാണ്, നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കുന്ന എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്കറിയാം, എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ആ കുപ്പായ ഇട്ട ആളാണ്. ആ കുപ്പായത്തെ ഓർത്ത് ഞാൻ പുള്ളി ഒന്നും പറയുന്നില്ല. സത്യത്തിൽ ഞാൻ എന്ത് ദ്രോഹിച്ചു? ഞാൻ ചെയ്ത ഇത്രേ ഉള്ളൂ. അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചാനലിൽ നിന്ന് മാധ്യമ സുഹൃത്തുക്കൾ വന്ന് എന്നോട് ചോദിക്കുന്നു, ഞാൻ അതിന് ഉത്തരം പറയും. ഇനിയും എനിക്ക് സംസാരിക്കാൻ കഴിവുള്ളിടത്തോളം ദിവസം പ്രിൻസിയോ മറ്റിതര ചാനലുകൾ ഇവിടെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് അവസരം തരും. നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നില്ല, എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുമെന്ന് ചോദിച്ചില്ല. നിങ്ങൾ ചോദിക്കുകയാണ്, ബിഷപ്പെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ബിഷപ്പിനെ പറ്റി ബാഡ് കമന്റ്സുകൾ കാണുന്നു, അത് കാണുമ്പോൾ ഞങ്ങളൊന്ന് വന്നോട്ടം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യും. കാരണം ഞാൻ മാധ്യമങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്, യൂട്യൂബേഴ്സിനെ സ്നേഹിക്കുന്ന ആളാണ്, മാധ്യമ സുഹൃത്തുക്കളെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അതാണ്. അതുപോലെ തന്നെ രേണുസുതിക്ക് ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വരുന്നത്, അവർ പണ്ട് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു, അതായത് കൊല്ലം സുതി ഉള്ള സമയത്ത്. അതിൽ പറയുന്നുണ്ടായിരുന്നത് രേണുവിന് ഡിപ്രഷൻ ഉണ്ട്, അതിൻ്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നൊക്കെ ആയിരുന്നു. ബിഷപ്പാണെങ്കിൽ അവരുടെ അയൽവാസി കൂടെയാണ്. അങ്ങനെ ഒരു പ്രശ്നം രേണുസുതിക്ക് ഉള്ളതായി. അവരുടെ ഡെലിവറി സമയത്ത് അവർക്ക് ഒരു ഡിപ്രഷൻ വന്നെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അവരതിന് വേണ്ടിയിട്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് അവരൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ചെയ്യുന്നതിനകത്ത് കുറേ അലോപ്പതി ഗുളികകളൊക്കെയും അവർ എടുത്തു വെച്ചിട്ട് വേണം മെഡിസിൻ കാണിക്കുന്ന പറയുന്നു. അവരാ പറയുന്നത്, ഇത് നമ്മളാരും പറഞ്ഞതല്ല. അപ്പോൾ അവരുടെ ഡെലിവറി സമയത്ത് അവർക്ക് എന്തോ ഡിപ്രഷൻ ഫീൽ ചെയ്തെന്നും ആ സമയത്ത് അവർ മെഡിസിൻ എടുത്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരെ ഒരു യൂട്യൂബർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു, രേണുവിന് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അതിന് മെഡിസിൻ, അത് ഞാൻ ഹോമിയോ മരുന്നാണ് കഴിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അവരാ ശ്രുതി ഇരുന്ന് പറഞ്ഞ ഇൻ്റർവ്യൂവിനകത്ത് രേണു തന്നെ പറഞ്ഞു, മെഡിസിൻ കാണിക്കുന്നത് അത് വട്ടത്തിൽ കാണിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളാണ്, അതായത് അലോപ്പതി മരുന്നുകളാണ് അവിടെ കാണിക്കുന്നത്. ഹോമിയോ മരുന്ന് നമുക്കൊരു കുപ്പിക്കകത്താണ് കിട്ടുന്നത്. എൻ്റെ സിസ്റ്റർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഹോമിയോ മരുന്ന്, ഒരു ചെറിയ മുട്ടായി പോലെ സാധനം, ചെറിയൊരു കടുക് മുട്ടായി പോലെ വെളുത്തിരിക്കുന്നത്, അതാ ഹോമിയോ മരുന്ന്. പക്ഷേ ശ്രുതി കാണിച്ചു കൊടുത്ത ടാബ്ലറ്റ്സ് ഏതാന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് മരുന്നിന്റെ ടാബ്ലറ്റ്സാണ് കാണിച്ചത്. അപ്പോഴും മലയാളി സമൂഹം അതും കണ്ടു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അപ്പൊ അവർക്കൊരു ഡെലിവറി സമയത്ത് ഒരു ഡിപ്രഷൻ വന്നെന്ന് അവർ തന്നെ പറയുന്നു. പക്ഷേ ഇവിടെ പലപ്പോഴും പുള്ളിക്കാരത്തി ഒച്ചയിട്ട് സംസാരിക്കുന്ന, ഇതുപോലെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അവർ ഒച്ചയിട്ട് സംസാരിക്കും. അപ്പൊ ഞാൻ തങ്കച്ചനോട് ഇവിടെ വരുമ്പോൾ, തങ്കച്ചൻ എന്നെ കാണാൻ വരുമായിരുന്നല്ലോ, അപ്പൊ ഞാൻ ചോദിക്കും, എന്താ അവിടെ ഭയങ്കര സംസാരം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ, ആ തിരുമേനിക്ക് അറിയത്തില്ലയോ, അവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവൾ ഒച്ചയിട്ട് ഇങ്ങനെ സംസാരിക്കും. അത് സ്വാഭാവികമാണെന്നേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം അവിടെ വന്ന് ഒരൊച്ചയിട്ട് സംസാരിച്ചു. ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടയില്ലേ, കണ്ണടച്ചിട്ടില്ല അതേ ഇവിടെ കേൾക്കാറുള്ളൂ, ആ സൗണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാം 100 ദിവസം അവിടെ നിൽക്കണമെന്ന്. അപ്പൊ ഞങ്ങളുടെയൊക്കെ നിങ്ങൾ വന്ന് ഇന്റർവ്യൂ എടുക്കുമല്ലേ, ഇതിപ്പോ ഒരു ഇന്റർവ്യൂ എടുക്കേണ്ട, അത് 24 hours ഇങ്ങനെ നമ്മൾ ഈ ജിയോ ഹോട്ട്സ്റ്റാറോ അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരൊക്കെ എന്തൊക്കെ ചലിക്കുന്നോ എടുക്കുന്നോ ഒക്കെ നിങ്ങൾക്ക് കാണാം. എന്നോട് ഇതെന്റെ ഫ്രണ്ട്സാ പറഞ്ഞ, അച്ഛാ 24 hours ഇത് കാണാൻ പറ്റും, പക്ഷെ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ ആർക്കും സമയമില്ല. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നവർ അത് കാണുന്നുണ്ട്. ബിഷപ്പ് ഇപ്പൊ പറയുന്നുണ്ട്, അതായത് 100 ദിവസം നിന്ന് കഴിഞ്ഞാൽ രേണുസുതിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നുള്ളത്. രേണുസുതിയുടെ മുഖം മൂടി ഒരു 50% ഇപ്പൊ അഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 50% അതിനെ 100 ദിവസം നിൽക്കണം. മോഹൻലാൽ സാറിനോട് ഒരു അപേക്ഷയാണ്, 100 ദിവസം രേണുസുതി അതിനകത്ത് നിർത്തണമേ എന്നുള്ളതാണ് എനിക്ക് ഇതിന് അണിയറ പ്രവർത്തകരോടും അതുപോലെ തന്നെ ബിഗ് ബോസ് ടീമിനോടും ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറിനോടും എനിക്ക് പറയാനായിട്ടുള്ളത്.